അഖിൽ മാരാറെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. ബലൂചിസ്ഥാൻ വിവാദം വളരെ തെറ്റാണെന്നും രാജ്യദ്രോഹപരമായ ഒരു പരാമർശമായി പോയി എന്നും 100% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞത് 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഏതെങ്കിലും സംഘടനയിലായാലും സിനിമയിലായാലും. ഒരു വിഭാഗം എക്സ്ട്രീമിസ്റ്റുകൾ, മറ്റൊരു വിഭാഗം ലിബറലുകൾ. അഖിൽ മാരാർ നിർഭാഗ്യവശാൽ എക്സ്ട്രീമിസ്റ്റ് ആയിപ്പോയി. അതായത് ഇപ്പം അത് ദേശസ്നേഹികളുടെ കാര്യത്തിലായാലും അഖിൽ മാരാറിൻ്റെ പ്രസ്താവനകൾ നമുക്ക് നോക്കുമ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റായി, അതായത് തീവ്ര ദേശീയവാദം കൂടിപ്പോയി. അല്ലാതെ അഖിൽ മാരാർ ഒരിക്കലും ഒരു കാരണവശാലും രാജ്യദ്രോഹിയല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടുള്ള ഒരാളാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇതേ വിഷയത്തിൽ തന്നെ ബിഗ് ബോസിലെ മറ്റൊരു താരം റിയാസ് സലീം പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ മറ്റു പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷെ അതും ഇതും ഒന്നാണെന്ന് കൂട്ടിക്കുഴയ്ക്കരുത്. തീർച്ചയായിട്ടും അഖിൽ മാരാറിന്റെ ബലൂചിസ്ഥാൻ പരാമർശം അങ്ങേയറ്റം തെറ്റാണ്, രാജ്യദ്രോഹപരമായ പരാമർശം തന്നെയാണെന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം ഒരു എടുത്തിയാട്ടക്കാരനാണ്. പെട്ടെന്ന് വെപ്രാളത്തിന് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ തീവ്ര രാജ്യസ്നേഹികൾ, അതായത് ഈ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റ് രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ആദ്യ സമയങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ ഒരു വികാരമാണ് അഖിൽ മാരാർ അവിടെ പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പറയുന്ന, ചായക്കടയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പോസ്റ്റായിട്ട് പറയാൻ പാടില്ല. ഞാൻ എൻ്റെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ അജ്ഞാതന്മാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ നമുക്കത് പറയാൻ പാടില്ല. കാരണം അജ്ഞാതന്മാർ പലതും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളും ഇത്രയും പറയുള്ളൂ, അജ്ഞാതനോ അങ്ങനെ ഒരു അജ്ഞാതൻ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അതുപോലെ തന്നെ ബലൂചികൾക്ക് ഇന്ത്യ പൈസ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മൾ ശരിക്കും നമ്മളെല്ലാം ചായക്കടയിലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഗ്രൂപ്പുകളിലും ഫേമസ് അല്ലാത്ത ആൾക്കാരൊക്കെ സംസാരിച്ച പല വിഷയങ്ങളും ശരിക്കും ഇതൊക്കെ തന്നെയാണ് അഖിൽ മാരാരും പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ തീവ്ര ദേശീയ ബോധവും പിന്നെ അദ്ദേഹം കോൺഗ്രസിലോട്ട് ചേക്കേറാൻ പോകുന്നതിന്റെ ഒരു ലക്ഷങ്ങളും എല്ലാം കൂടെ കൊറ്റി പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. പുള്ളികളുടെ സ്വയസിദ്ധമായ തള്ളുകൾ നമ്മൾ മുൻ വീഡിയോകൾ പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹം എല്ലാത്തിലും പെട്ടെന്ന് പ്രതികരിക്കുകയും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ പറയാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു നിലയിൽ നമ്മൾ ഈ രീതിയിൽ അദ്ദേഹത്തെ കാണുക ശരിക്കും അദ്ദേഹത്തിനെതിരെ വലിയൊരു സംഭവമായിട്ടൊന്നും മാറി പോകണ്ട. ഇതിന്റെ നിജസ്ഥിതി എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമേ ഇവിടെ പറയാൻ പറ്റൂ.